ഹായ് ഗുഡ് ഈവനിങ്. ഇന്ന് അരിനെല്ലിക്ക് അച്ചാറിട്ടാലോ? കുറേ ഒരു ഫുഡിൻ്റെ എന്തിൻ്റെങ്കിലും റെസിപ്പി ഇട്ടിട്ട് അച്ചാറിടുമ്പോൾ നല്ലോണം വെളുത്തുള്ളി വേണം കേട്ടോ. അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പച്ചമുളകും ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വേപ്പിലയുണ്ട്, നമ്മുടെ കടുകും ഉലുവയുണ്ട് കേട്ടോ. കായൊന്നും ഉപയോഗിക്കില്ല, മടിയന്മാരുടെ അച്ചാറാണേ. നല്ലെണ്ണയിലേക്ക് നമ്മൾ കടുകും പൊട്ടിച്ചു, ഉലുവയും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് ഒന്ന് ശർക്കര മൂത്തതിന് ശേഷം അതിൽ പച്ചമുളക് ഇഞ്ചി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുത്തു, വേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഈ സമയത്ത് വരുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്തോട്ടെ, ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്നിട്ട് പോയില്ലെങ്കിൽ ഇത് നാശമാവും നമ്മുടെ അച്ചാർ. അങ്ങനെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തു. പിന്നെ നമ്മൾ മടിയന്മാരുടെ അച്ചാറായതുകൊണ്ട് ഇതിലെന്താ ചേർക്കാൻ പോകണമെന്നറിയോ? അച്ചാർ പൊടി, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാർ പൊടി അതിൽ ചേർക്കണം കേട്ടോ. അല്ലാണ്ട് വേറെ മുളക് പൊടിയോ വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല. അങ്ങനെ ഇതൊന്ന് മൂത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് സുർക്ക് ഒഴിച്ചു കൊടുത്തു. ഈ സുർക്ക് ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടെടുത്തു. പിന്നെ ഞാൻ ടേസ്റ്റ് മേക്കർ ഉപയോഗിക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയാണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് അതിലൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന അരിനെല്ലിക്ക അതിലിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ചിലർക്ക് അച്ചാർ വല്ലാണ്ട് വേവിക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ എനിക്കൊന്ന് ഇത് സുർക്കയുടെ പുളിയും ഈ ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ നല്ല ഇഷ്ടമാണ്. കാരണം ഒന്നുണ്ട് തിള വന്നപ്പോൾ ഓഫ് ചെയ്തേ.